Hello everyone. Today we are going to learn about the homophones. അതായത് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നതും എന്നാൽ സ്പെല്ലിംഗിലും അർത്ഥത്തിലും വ്യത്യാസമുള്ളതുമായ വാക്കുകളാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. റെയിൻ, റെയിൻ ആൻഡ് റെയിൻ. കേട്ടാൽ മൂന്ന് വാക്കുകളും ഒരുപോലെ തോന്നുന്നെങ്കിലും മൂന്ന് വാക്കുകളാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് റെയിൻ, അതായത് RAIN. ഇത് നമുക്കറിയാവുന്നതാണ്, മഴ എന്നാണ് ഇതിനർത്ഥം വരുന്നത്. സോ ദ സെക്കൻഡ് വൺ ഈസ് REIGN, അതായത് റെയിൻ. ഇത് മലയാളത്തിൽ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യൂൻ എലിസബത്ത് റെയിൻ ലാസ്റ്റഡ് ഫോർ 10 years. അതായത് ക്യൂൻ എലിസബത്തിന്റെ ഭരണം ഏകദേശം 10 വർഷത്തോളം കാലം ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ ദി കൺട്രി സോ ഇറ്റ്സ് മേജർ പ്രോഗ്രസ് ഡ്യൂറിംഗ് ഹിസ്റ്ററി. എന്ന് വെച്ചാൽ അയാളുടെ ഭരണകാലത്തിലായിരുന്നു ആ കൺട്രി അവരുടെ ഏറ്റവും വലിയ പ്രോഗ്രസ് കണ്ടിരുന്നത്. സോ നമ്മുടെ മൂന്നാമത്തെ വാക്കെന്ന് പറയുന്നത് REIN, റെയിൻ. ഇത് നമ്മുടെ കുതിരയൊക്കെ കൺട്രോൾ ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഒരു ലോങ് സ്ട്രാപ്പാണ്. ഇതിനെ നമ്മൾ മലയാളത്തിൽ കടിഞ്ഞാൻ എന്ന് പറയും. പക്ഷേ ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ എന്ന രീതിക്ക് നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഓൾ ഹാവ് ടു റെയിൻ ഇൻ അവർ ഇമോഷൻസ് ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇതിന് നമുക്ക് റെയിൻ യൂസ് ചെയ്യാനായി സാധിക്കും. സോ യു വാണ്ട് ടു നോ, ഡു ചെക്ക് ഔട്ട് www.cotness.com.